ഇന്ന് നമുക്കൊരു പച്ചക്കറി ബിരിയാണി ഉണ്ടാക്കാം. അതിലേക്ക് 5-6 ബീൻസ്, 2 ക്യാരറ്റ്, ഒരൽപ്പം കോളിഫ്ലവർ ഇവയൊക്കെ ചെറുതായി നീളത്തിൽ ചരിച്ച് മുറിക്കണം. അധികം തടിപ്പ് വരാതെ. എപ്പോഴും പച്ചക്കറി ബിരിയാണിക്ക് അതാണ് ടേസ്റ്റ് ഉണ്ടാവുക. ക്യാരറ്റ് ഇങ്ങനെ 4 പീസാക്കി ഒരു തെറ്റത്തെ ഭാഗം അങ്ങ് ചെത്തിക്കളഞ്ഞ് പിന്നെ കയ്യിൽ വെച്ച് ഇങ്ങനെ ചരിച്ച് മുറിച്ചാൽ ഒരുപാട് പേർക്കല്ലെങ്കിൽ ഇതൊക്കെ പെട്ടെന്ന് കഴിയും. അങ്ങനെ ചരിച്ച് നീളത്തിൽ മുറിച്ച് വയ്ക്കുക. കോളിഫ്ലവർ ഇങ്ങനെ പൊട്ടിച്ചിട്ടും വയ്ക്കുക. ഒരല്പം കോളിഫ്ലവറും ഒരു ചെറിയ കഷ്ണം ക്യാരറ്റും മാറ്റി വെച്ചിട്ടുണ്ട്. അത് പിന്നെ കാണിക്കാം. പിന്നെ ഇതിലേക്ക് പച്ച ബീൻസ് നമ്മൾ മാർക്കറ്റിൽ നിന്ന് വാങ്ങുന്നത്, അത് കൊണ്ടുവന്ന് കുറച്ച് മോശമായി പോകുന്നതിന് മുൻപ് കൊണ്ടുവന്ന പാട് നല്ല തിളക്കുന്ന വെള്ളത്തിൽ ഓഫാക്കിയതിന് ശേഷം അതിലിട്ട് 1 മിനിറ്റ് മൂടി വെച്ച് തണിഞ്ഞ് എടുത്തു കഴിഞ്ഞാൽ നല്ല എത്ര കാലം ഫ്രീസറിൽ സൂക്ഷിക്കാം. ഈ കോളിഫ്ലവറും ക്യാരറ്റുമാണ് നമ്മൾ മാറ്റി വെച്ചത്. പിന്നെ വേണ്ടത് ഒരു മീഡിയം സൈസ് ഉള്ളിയും 2 പച്ചമുളകും ഒരു 10-15 അല്ലി വെളുത്തുള്ളി ചതച്ചതും. അങ്ങനെ എണ്ണ ചൂടായി ഉള്ളി വഴറ്റി വരുന്ന സമയത്ത് 4-5 ഗ്രാമ്പു ഇട്ട് കൊടുക്കുന്നുണ്ട്. വേറെ അങ്ങനെ മസാലകളൊന്നും ഇട്ട് കൊടുക്കുന്നില്ല. അപ്പോൾ അതിൽ ഈ 2 പച്ചമുളക് ഇപ്പോൾ വാട്ടുന്നുണ്ട്. ഒരു 4-5 പച്ചമുളക് പിന്നെയാണ് ഇടുന്നത്. ഇത് എണ്ണയിൽ വാട്ടിയുള്ള മണം നല്ല വ്യത്യാസമാണ്. അങ്ങനെ അത് ഒരുവിധം ഫ്രൈ ആയി വന്നാൽ അതിലേക്ക് 15 വെളുത്തുള്ളി ചതച്ചത് ഇട്ട് ഒന്ന് ഇളക്കി കൊടുക്കാനേ പാടുള്ളൂ. വെളുത്തുള്ളി ഒരിക്കലും ഒന്ന് നന്നായി ചൂടെ അതിൻ്റെ കരിഞ്ഞ മണം വരരുത് ഒരു ബിരിയാണിക്കും. അങ്ങനെ അതൊന്ന് വാടി വന്നപ്പോഴേക്കും നമ്മുടെ മുറിച്ച് വച്ച പച്ചക്കറികളെല്ലാം, കോളിഫ്ലവറൊക്കെ ഒരു മീഡിയം സൈസിൽ വെറുതെ കൈകൊണ്ട് പൊട്ടിച്ചിട്ട് വെച്ചാൽ മതി. ബീൻസൊക്കെ ഇങ്ങനെ നേരിതായി അരിയണം, കാരണം അത് പെട്ടെന്ന് വെന്ത് വരാനുള്ളതാണ്. വെള്ളമൊന്നും ഉപയോഗിക്കില്ല, ഒരല്പം വെള്ളം ലാസ്റ്റ് ഇടും. ഇപ്പോൾ വെള്ളമൊന്നും ചേർക്കേണ്ട, എണ്ണയിൽ തന്നെ ഒന്ന് നന്നായി വഴറ്റി വെള്ളം വറ്റാനാവുന്ന സമയത്ത് അതിലേക്ക് ഒരല്പം മഞ്ഞൾ പൊടിയും ഉപ്പും ചേർത്ത് വഴറ്റി. അപ്പോൾ മഞ്ഞൾ ഒന്ന് കരിഞ്ഞു പോകുന്നതിന് മഞ്ഞളിൻ്റെ കൂട്ടത്തിൽ ഒരല്പം വെള്ളമൊന്നും അധികമായി പോകരുത്. പച്ചക്കറി വെന്ത് കുഴഞ്ഞു പോയാൽ ബിരിയാണിക്ക് ഒരു ടേസ്റ്റും ഉണ്ടാവില്ല. നിങ്ങൾക്കറിയാമല്ലോ, പച്ചക്കറിയൊക്കെ ഒരു പകുതി വെന്ത നിലയിലായാലാണ് കൂടുതൽ ഭംഗി കാണാനും ടേസ്റ്റും. അങ്ങനെ അത് അടച്ചു വെച്ച് അവിടുന്ന് വെന്ത് വരട്ടെ. അപ്പോഴത്തേക്ക് നമുക്കൊരു ചെറിയ പണിയുണ്ട്. മാറ്റി വെച്ച ഒരല്പം കോളിഫ്ലവറും ക്യാരറ്റും ഒരല്പം കോൺഫ്ലവർ, അതിൽ ഏകദേശം ഒരു 2 ടീസ്പൂൺ അങ്ങനെ എടുത്താൽ മതി, കുറച്ചല്ലേ ഉള്ളൂ. ഒരല്പം മുളക് പൊടി, മഞ്ഞൾ പൊടി, ഒരല്പം ഉപ്പ് പൊടി, കുരുമുളക് പൊടി ഇവയൊക്കെ ചേർത്ത് കട്ടിയിൽ മാവൊന്ന് ഇതുപോലെ കുഴച്ച് വെച്ച് അതൊന്ന് മുക്കി ഡീപ്പ് ഫ്രൈ ചെയ്തെടുക്കാനാണ്. അപ്പോൾ അത് നല്ല കട്ടിയിൽ തന്നെ നമുക്കത് കുഴച്ച് വെക്കണം. അതിന് ശേഷം അത് ഈ മാവിൽ മുക്കി അത് ഡീപ്പ് ഫ്രൈ ചെയ്തെടുക്കണം, കോളിഫ്ലവറും ക്യാരറ്റും. അത് നമുക്ക് ഇനി ഇതല്ലാത്ത സമയത്തും ഇങ്ങനെയൊന്ന് മരിച്ചു നോക്കിക്കോളൂ, നല്ല ടേസ്റ്റാണ് ചൂടോടുകൂടി വെറുതെ കഴിക്കാൻ. അങ്ങനെ കോളിഫ്ലവറും പൊരിച്ചു കഴിഞ്ഞു, ക്യാരറ്റും നന്നായി മുരിച്ച് എടുത്ത് വെച്ചിട്ടുണ്ട്. ഇനി നമുക്ക് നമ്മുടെ പച്ചക്കറിക്ക് ഏറ്റവും സ്വാദ് കൊടുക്കുന്ന സംഭവമായ ഇത് ചേർക്കുന്നത്. അതായത് ഒരു 3 സ്പൂണോളം തേങ്ങ എടുത്തിട്ടുണ്ട്. അതിൽ 1 ടീസ്പൂണോളം പെരുംജീരകം ചേർത്ത് അല്പം വെള്ളവും ചേർത്ത് തരിതരിപ്പായി അരച്ചെടുക്കണം. വേറെ ഒരു മസാലകളും ഈ ബിരിയാണിക്ക് വേണ്ട. ഈ ബിരിയാണിയുടെ അത്ര ടേസ്റ്റ് ഞാൻ കഴിച്ചതിൽ ഈ ബിരിയാണിക്ക് തന്നെയാണ്, വെജിറ്റബിൾ ബിരിയാണിക്ക് ഇതിന് തന്നെയാണ് ഏറ്റവും ടേസ്റ്റ്. അപ്പോൾ ഈ പച്ച തേങ്ങ തരിതരിപ്പായിട്ട് പെരുംജീരകം കൂട്ടി അരച്ചത് നമ്മുടെ വെന്ത് വന്ന പച്ചക്കറിയിലേക്ക് ഇട്ട് ഇളക്കി അതിൻ്റെ വെള്ളം, ഒരുപാട് വറ്റേണ്ട വെള്ളം, നമുക്ക് ചോറിൽ മിക്സ് ചെയ്യുമ്പോൾ കുറച്ച് മസാല അല്പം വെള്ളം ലൂസായിരിക്കുന്നതാണ് നല്ലത്. ഒന്ന് നന്നായി കഷ്ണങ്ങളിലൊക്കെ പിടിച്ച് അതിൻ്റെ ഉപ്പൊക്കെ പാകമായി വരുന്ന സമയത്ത് നമുക്കിത് ഓഫ് ചെയ്യാം. തീരെ ഡ്രൈ ആക്കണ്ട, അല്ലെങ്കിൽ നമ്മുടെ ചോറിന് ഒട്ടും മസാല കാണില്ല. അപ്പോൾ ലാസ്റ്റ് ഇതിലേക്ക് എരിവിലേക്കായിട്ടുള്ള ഒരു 5-6 പച്ചമുളക് നിങ്ങളുടെ എരിവിനനുസരിച്ചെടുക്കാം. അതുകൂടി ലാസ്റ്റാണ് ചേർക്കുന്നത്. ആദ്യമേ ചേർത്താൽ പച്ചമുളകിൻ്റെ മണമൊക്കെ മാറിപ്പോവും. ആദ്യമേ ലാസ്റ്റ് ഇട്ടാൽ നല്ല മണമായിരിക്കും. അപ്പോൾ നമ്മുടെ നെയ്ച്ചോറായിട്ടുണ്ട്. ഇനിയൊന്നും പാടില്ല. ഈ വേവിച്ച് വെച്ച മസാല അതിൽ ചേർത്തിളക്കി നന്നായി. ഇതിൽ ഞാൻ നെയ്യ് വളരെ കുറച്ച്, ആദ്യം നമ്മൾ പച്ചക്കറി വഴറ്റുന്ന ഒരല്പം 1 സ്പൂൺ എണ്ണയും പിന്നീട് നെയ്ച്ചോറിന് വേണ്ടി ഒരു 1-2 ടീസ്പൂൺ നെയ്യ്, ഇത്ര മാത്രമേ ഉപയോഗിക്കുന്നുള്ളൂ. വേറെ നമ്മൾ ഒരുപാട് എണ്ണ ഉപയോഗിച്ചിട്ടുള്ള പാചകമേ അല്ല എൻ്റേത്, വളരെ കുറച്ചാണ് ഉപയോഗിക്കാറ്. അങ്ങനെ നന്നായി മിക്സ് ചെയ്തതിന് ശേഷം ഈ സമയത്ത് നമുക്ക്
ഉപ്പൊക്കെ നോക്കി വേണമെങ്കിൽ ചേർത്ത് കൊടുക്കാം. ഇനി വേണ്ടുന്നത് ധാരാളം മല്ലിച്ചപ്പാണ്. മല്ലിച്ചപ്പ് ചേർത്ത് നന്നായി ഇളക്കി അമർത്തി വെച്ചതിന് ശേഷം വീണ്ടും മുകളിൽ നന്നായി മല്ലിച്ചപ്പ് ചേർത്ത് മൂടി വെച്ച് വേണമെങ്കിൽ നിങ്ങൾക്ക് അടിയിലൊരു പാത്രത്തിൽ വെള്ളം വെച്ച് ഒന്നുകൂടി ചൂടാക്കാം. അല്ലെങ്കിൽ മൈക്രോവേവിൽ ഒരു പ്ലേറ്റിലെടുത്ത് ചൂടാക്കാം. ഒരല്പം തണിയും അപ്പോഴേക്ക് ചൂടോട് വേണമെങ്കിൽ. ഇനി നമുക്ക് വേണമെന്ത് പപ്പടം. അപ്പോൾ 2 പപ്പടവും വാട്ടി അല്പം പച്ചമുളകും തേങ്ങയും ധാരാളം മല്ലിച്ചപ്പും ചേർത്ത് തരിതരാ അരച്ചെടുക്കുന്ന ചമ്മന്തി. പിന്നീട് നമുക്ക് വിളമ്പാൻ പോകുമ്പോഴാണ് നമ്മൾ ഫ്രൈ ചെയ്ത് വെച്ച പച്ചക്കറികൾ ചേർക്കേണ്ടു. അല്ലെങ്കിൽ അത് കുതിർന്ന് ഒരു ടേസ്റ്റ് ഇല്ലാതായിപ്പോവും. അപ്പോൾ ആ സമയത്ത് ചേർത്ത് നമുക്കിനി വിളമ്പി കഴിക്കാം. അങ്ങനെ നല്ല ചൂടുള്ള വെജ് ബിരിയാണി വിളമ്പി, പിന്നെ ചമ്മന്തി വിളമ്പി, സാലഡ് വിളമ്പി, വീട്ടിൽ തന്നെ ഉണ്ടാക്കിയ നല്ല കുഞ്ഞു വിളിമ്പിയുടെ അച്ചാറ്, പിന്നെ ഒരു പപ്പടം. പിന്നെ എന്ത് വേണം? എപ്പോഴും ബിരിയാണി നെയ്ച്ചോറിൻ്റെ കൂടെ കുടിക്കാൻ എടുക്കുന്നത് നല്ല ചൂട് ജീരക വെള്ളമാണ്. അതാണ് ദഹിക്കാൻ ഏറ്റവും നല്ലത്. ഉണ്ടാക്കി നോക്കുമല്ലോ. താങ്ക്സ് ഫോർ വാച്ചിങ്.